സംസ്ഥാനത്ത് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ആയിരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. തീർച്ചയായും ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി 12 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസം ആയിട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താനാണ് നിലവിലിപ്പോൾ ഫിഷറീസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്നവർക്കും സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കാനും ഫിഷറീസ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ അത് മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ പരിശോധന നടത്തുന്നതായിരിക്കും. ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും യോഗം വിളിച്ചുകൂട്ടി ജില്ലാതല തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകുന്നതിന് ബന്ധപ്പെട്ട തീരദേശ ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകണം എന്നുള്ള കാര്യവും മന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. കടൽ സുരക്ഷയും തീരസുരക്ഷയുടെയും ഭാഗമായി കടലിൽ പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ബയോമെട്രിക് ID എന്നിവ ഉറപ്പാക്കാൻ ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏകീകൃത കളർ കോഡിംഗ് നടത്തിയിട്ടില്ലാത്ത ബോട്ടുകൾ അത് ട്രോളിംഗ് നിരോധന കാലയളവിൽ തന്നെ അടിയന്തരമായി കളർ കോഡിംഗ് നടത്തണം എന്നുള്ള കാര്യവും ഇന്ന് ചേർന്ന ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഷീജ സൂചിപ്പിച്ചതുപോലെ 1 മാസത്തിൽ കൂടുതലാണ് ഇപ്പോൾ ട്രോളിംഗ് നിരോധനത്തിന്റെ കാലാവധി. അപ്പോൾ ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിന് മുന്നോടിയായി തന്നെ ഈ ട്രോളിംഗ് നിരോധനം ഇന്നിപ്പോൾ ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇതിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ എന്നുള്ളത് തീരുമാനം വന്നിട്ടുണ്ട്. നിരോധന കാലയളവിൽ കടലിൽ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടിവരുമ്പോൾ ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, എന്നിവ ഏകോപനത്തോടെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവയും സജ്ജമായിരിക്കണമെന്നും യോഗത്തിൽ നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ അത് കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ ഉറപ്പാക്കും ഈ ഒരു കാലയളവിൽ എന്നുള്ള കാര്യവും പ്രത്യേകമായി തന്നെ യോഗത്തിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.